Dear students, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് അതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. അതിൽ ബ്ലോക്ക് 1 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കൺസെപ്റ്റ്. അതില് ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക് സിസ്റ്റം ആ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് ചാപ്റ്റർ കണ്ടന്റ് പറയുന്നത് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ കണ്ടന്റ് പറയുന്നത് ഒന്നാമത്തെ പറയുന്നത് മീനിങ് ഓഫ് എക്കണോമിക് സിസ്റ്റം, രണ്ടാമത്തേത് ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കണോമി, മൂന്നാമത്തേത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് വൺ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, നെക്സ്റ്റ് വൺ റിസോഴ്സ് അലോക്കേഷൻ ഇൻ ഡിഫറെന്റ് ഇക്കണോമിക് സിസ്റ്റം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് കണ്ടന്റ് പഠിക്കാനുള്ളത്. എല്ലാവർക്കും ഓഡിയബിൾ ആണല്ലോ അല്ലെ? കേൾക്കാനില്ലേ? പ്ലീസ് റീപ്ലേ. ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണെന്ന് തോന്നുന്നു. ക്ലിയർ അല്ല? സൗണ്ട് ഓഡിയബിൾ ആണ്? ശ്രദ്ധിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് ആൻ ഇക്കണോമിക് സിസ്റ്റം, ഫണ്ടമെന്റൽ പ്രോബ്ലം. ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് ആൻ ഇക്കണോമിക് സിസ്റ്റം, നെക്സ്റ്റ് വൺ ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കണോമി, നെക്സ്റ്റ് വൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നെക്സ്റ്റ് വൺ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, next one resource allocation in different economic system. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കണോമിക് സിസ്റ്റം എന്താണ് എന്നാണ്. എന്താണ്, അതായത് ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക് സിസ്റ്റം എന്ന യൂണിറ്റ് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, അതായത് കുറച്ച് എക്കണോമിക് പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പൊ ഇക്കണോമിക് പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ എന്താണ് ഇക്കണോമിക് സിസ്റ്റം എന്ന് നമുക്കറിയണം. അതായത് ഇക്കണോമിക് സിസ്റ്റം എന്താണ്, ഇക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്താണ് ഇക്കണോമി എന്ന് നമുക്കറിയണം. നമുക്കറിയാം ഇക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമി എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു എന്തുണ്ടായിരിക്കും, കൺട്രോൾ ഉണ്ടായിരിക്കും. കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് എന്ത് ചെയ്യുന്നുള്ളൂ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ കൺട്രോൾ ഇല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അപ്പൊ അങ്ങനെ ഒരു കൺട്രോൾ കൊണ്ടുവരിക, അതാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക സമൂഹത്തിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, വിതരണം, കൈമാറ്റം, ഉപഭോഗം എന്നിവയായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥയെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. An economic system is a system whereby goods and services are produced
പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സ്ചേഞ്ച്ഡ്. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? എക്കണോമിക് സിസ്റ്റം എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എക്കണോമിക് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ എക്കണോമിക് സിസ്റ്റം പഠിക്കാൻ നമുക്ക് ആദ്യം എക്കോണമി എന്താണെന്ന് അറിയണം. ഇക്കോണമി അറിഞ്ഞാൽ എന്താണ് ഈ എക്കണോമിക് സിസ്റ്റം? അതായത് എക്കണോമിക് സിസ്റ്റം ഈസ് എ സിസ്റ്റം whereby goods and services are produced and exchanged. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് എക്കണോമിക് സിസ്റ്റം. അതേപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം ഈസ് ദ സിസ്റ്റം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ, ഇതാണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് സ്കേഴ്സിറ്റി? ദൗർലഭ്യം അല്ലെങ്കിൽ എന്താണ് സ്കേഴ്സിറ്റി? അതായത് സ്കേഴ്സിറ്റി ഈസ് ദ മെയിൻ റീസൺ and why people do economic activities. These ideas can be explained in two basic facts. അതായത് ഈ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റ് തന്നെ, അതായത് എൻറ്റയർലി ബിൽഡ് ചെയ്തിരിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി എന്നതുകൊണ്ടാണ്. അതായത് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് നമുക്ക്. അതായത് ഈ നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. എന്നാൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അപ്പൊ റിസോഴ്സസ് വളരെ സ്കേഴ്സ് ആണ് എന്നാണ് സ്കേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പീപ്പിൾ ഹാവ് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഒരു ആവശ്യം കഴിയുമ്പോഴേക്ക് അടുത്ത ആവശ്യം ഉടലെടുക്കുന്നു. അപ്പൊ ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. റിസോഴ്സ് ഓർ തിങ്സ് വി യൂസ് ടു മീറ്റ് ദോസ് വാണ്ട്സ് ഓർ നീഡ്സ് ആർ ലിമിറ്റഡ്. അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ചു മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. റിസോഴ്സസ് വളരെ കുറച്ചും നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ് എന്നാണ് പറയുന്നത്. ഇനി റോബിൻസൺ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അയാളുടെ നാച്ചുർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് പബ്ലിഷ് ചെയ്തത് 1932 അതിലൊരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സോഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അത് എക്കണോമിക്സിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ആണ്, ഒരു ചോയ്സ് ഡെഫിനിഷൻ ആണ് അവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പീപ്പിൾ ഹാവ് അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതായത് ഹ്യൂമൻസിന്റെ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ അടുത്ത നീഡ് ഉടലെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നമുക്കൊരു ബൈക്ക് വാങ്ങണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. നമ്മൾ ബൈക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നീഡ് എന്തായിരിക്കാം? ഒരു കാർ വാങ്ങണം എന്നായിരിക്കാം. അപ്പോ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നാ പറയുന്നത്? അൺലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതിനെ കുറിച്ചുള്ള ഒരു ഡയഗ്രാം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അൺലിമിറ്റഡ് വാണ്ട്സിന്റെ, അതായത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷേ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? സ്കേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതായത് പീപ്പിൾ നെവർ ഗെറ്റ് ഇനഫ്, വി ആൾവേസ് വാണ്ട് or need more. അതായത് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ് എന്താവുന്നു? ഉടലെടുക്കുന്നു എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സ്കേഴ്സിറ്റി ആണ്. ദ ബേസിക് എക്കണോമിക് പ്രോബ്ലം വി ആൾ ഫേസ് ഈസ് സ്കേഴ്സിറ്റി. അതായത് നമ്മൾ നേരിടുന്ന ബേസിക് എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? സ്കേഴ്സിറ്റി ആണ്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ്, human wants have two important characteristics. ഹ്യൂമൻ വാണ്ട്സിന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെ? ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് റെക്കറൻസ് ആണ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് എമർജൻസ് ഓഫ് ന്യൂ വാണ്ട്സ് ആണ്.
അപ്പോൾ human needs and wants are unlimited, and human wants have two important characteristics. First one, recurrence, and second one, emergence of new wants. അപ്പോൾ ഫസ്റ്റ് വൺ റെക്കറൻസ് ആണ് നമ്മൾ പറയുന്നത്. എന്താണ് റെക്കറൻസ്? Many wants cannot be permanently satisfied and reoccur. For example, satisfying hunger temporarily will make a person hungry again later. അതായത് എല്ലാ ആവശ്യങ്ങളും നമുക്ക് പെർമനന്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് എല്ലാ ആവശ്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ സാറ്റിസ്ഫൈയിങ് ഹങ്കർ ടെമ്പററി, അതായത് നമ്മള് രാവിലെ എന്ത് കഴിച്ചു, രാവിലെ നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് വിശക്കും, ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിൽ വൈകുന്നേരം വിശക്കും അല്ലെ. അപ്പോ വിശപ്പ് എന്ന് പറയുന്നത് ഈ 2-3 നേരത്ത് നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. വിശപ്പ് എന്ന് പറയുന്നത് എന്താണ്, പെർമനന്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫുഡ് കഴിക്കാൻ പറ്റൂ. അപ്പോ റെക്കറൻസിന് ഒരു എക്സാമ്പിൾ ആണ് ഹങ്കർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ആവശ്യങ്ങളും പെർമനന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എമർജൻസ് ഓഫ് ന്യൂ വാണ്ട്സ്. ആസ് സം വാണ്ട്സ് ആർ ഫുൾഫിൽഡ്, എ ന്യൂ വാണ്ട്സ് അറൈസ് ടു ടേക്ക് ദെയർ പ്ലേസ്. അതായത് ഒരു വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, വേറെ വാണ്ട്സ് ഉടലെടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ, അതായത് ഒരു ബൈക്ക് വാങ്ങണമെന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം ആദ്യം, നമ്മൾ ബൈക്ക് വാങ്ങിച്ചു. അപ്പൊ ആ ആഗ്രഹം സാറ്റിസ്ഫൈ ചെയ്താൽ നെക്സ്റ്റ് നമ്മൾ എന്ത് വാങ്ങിക്കുന്നു, അതായത് നെക്സ്റ്റ് നമുക്ക് പിന്നെ ഒരു കാറ് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ആഗ്രഹങ്ങൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വാണ്ട്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ വാണ്ട്സ് അറൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, അൺലിമിറ്റഡ് ആണ്. ആൻഡ് റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. Wants are unlimited and resources are limited. Next one. Economic entities എന്താണ്? നമ്മൾ പറഞ്ഞു wants are unlimited and resources are limited. അതിന്റെ പിക്ചറും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എക്കണോമിക് എൻറ്റിറ്റീസ് എന്നാണ്. എന്താണ് എക്കണോമിക് എൻറ്റിറ്റീസ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എക്കണോമിക് എൻറ്റിറ്റീസ്, അതായത് എക്കണോമിക് എൻറ്റിറ്റി എന്താ പറയുന്നത്, എക്കണോമിക് എൻറ്റിറ്റീസ് ആർ ദി യൂണിറ്റ്സ് ദാറ്റ് മേക്ക് ഡിസിഷൻ വിത്തിൻ ആൻ എക്കണോമിക് സിസ്റ്റം. അതായത് എക്കണോമിക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് സാമ്പത്തിക സ്ഥാപനങ്ങൾ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്, അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്ന യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക സ്ഥാപനങ്ങൾ ഈ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ സാമ്പത്തിക വ്യവസ്ഥയിൽ എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കുന്ന ആ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്, എക്കണോമിക് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് എക്കണോമിക് എൻറ്റിറ്റീസ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ, ഹൗസ്ഹോൾഡ്, ബിസിനസ് ഫേംസ്, കമ്പനീസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. അതായത് എക്സാമ്പിൾസ് പറയുന്നത്, എക്കണോമിക് എൻറ്റിറ്റിക്ക് എക്സാമ്പിൾസ് പറയുന്നത് ഇൻഡിവിജ്വൽസ്, അതേമാതിരി തന്നെ ഹൗസ് ഹോൾഡ്സ്, ബിസിനസ് ഫേംസ്, കമ്പനീസ്, അതേമാതിരി തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. ഇതൊക്കെയാണ് എക്കണോമിക് എൻറ്റിറ്റീസിന് എക്സാമ്പിൾസ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ദീസ് എൻറ്റിറ്റീസ് മേക്ക് ഡിസിഷൻസ് ഇൻ വേരിയസ് റോൾസ്, കസ്റ്റമേഴ്സ്, സേവേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ബയേഴ്സ് ഓഫ് ഇൻപുട്സ്, സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ്. അതായത്
ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ എക്കണോമിക് എൻറ്റിറ്റീസിൽ വിവിധ റോളുകൾ വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആർക്കൊക്കെയാണ് എക്കണോമിക് എൻറ്റിറ്റീസിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്? ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽസിനുണ്ട്, ഹൗസ് ഹോൾഡ്സിനുണ്ട്, ബിസിനസ് ഫേംസിനുണ്ട്, കമ്പനീസിനുണ്ട്, അതേപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷനൊക്കെ എക്കണോമിക് എൻറ്റിറ്റിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ is an economic term that describes input used in the production. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കീ ഇലമെന്റ് ആയിട്ട് കിടക്കുന്നത് 4 ഫാക്ടേഴ്സ് ആണ്. ആ 4 ഫാക്ടേഴ്സ് ഇല്ലാണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഫസ്റ്റ് വൺ ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ, നെക്സ്റ്റ് വൺ എന്റർപ്രണർഷിപ്പ്. ഇങ്ങനെ 4 ഫാക്ടേഴ്സ് ഈ പ്രൊഡക്ഷൻ പേർപ്പസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 4 ഫാക്ടേഴ്സ് കൂടിയാലാണ് നമുക്ക് എന്ത് നടത്താൻ പറ്റൂ? പ്രൊഡക്ഷൻ നടത്താൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിന്റെ ഒരു ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. 4 എണ്ണാണ് മെയിൻ ആയിട്ടും അതിലുള്ളത്. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എന്റർപ്രണർഷിപ്പ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. എന്താണ് ലാൻഡ്? എന്താണ് ലാൻഡ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ those means productions which are provided to free of cost by nature. It includes use of agricultural or industrial purpose as well as natural resources taken in the above below the soil. ഇപ്പൊ എന്താ ലാൻഡ് എന്ന് പറഞ്ഞാൽ? അതായത് ലാൻഡ് എന്ന് പറഞ്ഞാൽ land comprises more than just physical space or cultivations, building, road. It includes natural resources like water, climate and minerals and so on. അതായത് എന്താ പറയുന്നത്, ലാൻഡ് കൃഷി ചെയ്യാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും റോഡുകൾ നിർമ്മിക്കാനും അങ്ങനെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമല്ല ലാൻഡിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ട് ഫാക്ടറീസ്, ഹൗസ്, റോഡ്സ് എക്സെട്ര എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമല്ല ലാൻഡ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? നാച്ചുറൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വാട്ടർ, സൺഷൈൻ, ക്ലൈമറ്റ് എക്സെട്ര, അങ്ങനെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ലാൻഡിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്, വലിയ വലിയ ഇൻഡസ്ട്രീസ് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ലാൻഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക, പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാൻഡ് യൂസ് ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം ഒരു 70% നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ലാൻഡ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് സാറ്റിസ്ഫൈയിങ് വാണ്ട്സ് ആൻഡ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡില് എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ഒരുപാടുണ്ട്. അത് നമ്മൾ പറഞ്ഞു അല്ലെ, നാച്ചുറൽ റിസോഴ്സസ് അതായത് വാട്ടർ, അതേമാതിരി തന്നെ മിനറൽസ് എക്സെട്ര, സൺഷൈൻ, അങ്ങനെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ ലാൻഡ് സപ്ലൈ ഈസ് ഫിക്സഡ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് ബൈ നാച്ചുർ. അതിൽ തന്നെ പറയുന്നുണ്ട് ലാൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് ബൈ നാച്ചുർ. അതായത് എന്താണ്, ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, മുൻകൂട്ടി പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്? പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആ ലാൻഡ് ഇറ്റ് കനോട്ട് ബി ഇൻക്രീസ്ഡ് ത്രൂ ഹ്യൂമൻ എഫേർട്സ്. ഹ്യൂമൻ എഫേർട്സ് കൊണ്ട് ആ ലാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ലാൻഡിൽ നമ്മൾ എന്താ പറയുന്നത്, ലാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നടത്താനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് ലാൻഡിൽ നിന്ന് ലഭ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് 70% ആൾക്കാർ കൃഷി ചെയ്ത് അഗ്രികൾച്ചർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ലാൻഡിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ ലാൻഡ് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലേബർ ആണ്. എന്താണ് ലേബർ അല്ലെങ്കിൽ ഹ്യൂമൻ എഫേർട്സ്? എന്താണ് ഹ്യൂമൻ എഫേർട്സ് എന്ന് പറയുന്നത്? ആ ഹ്യൂമൻ എഫേർട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ്, മെന്റൽ എഫേർട്ട് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഫിസിക്കൽ എഫേർട്ട് ആവാം. ഒരു ഹ്യൂമന്റെ എഫേർട്ട് എന്ന് പറയുന്നത് മെന്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിരിക്കാം. അപ്പൊ ലേബർ എന്നാൽ എന്താണ്, അതായത് labor in economics, labor refers to the human effort or activity that എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ എഫേർട്ട് ആണ്, ഇത് പ്രവർത്തനമോ ആണ്. പക്ഷെ എന്ത് കിട്ടുന്നുണ്ട്, ആ എഫേർട്ടിന് എന്ത് പകരമായി ഹ്യൂമണിന് കിട്ടുന്നുണ്ട്, പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോ ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേയ്മെന്റോട് കൂടി ഒരു മനുഷ്യൻ ഫിസിക്കലായിട്ടോ മെന്റലായിട്ടോ എഫേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ലേബർ എന്ന് പറയാം. പിന്നെന്താ പറയുന്നത്, the concept of labor specially includes manual or mental work. ഇവിടെ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ലേബർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ മാനുവൽ വർക്ക് ആവാം, അല്ലെങ്കിൽ എന്താവാം, മെന്റൽ വർക്ക് ആവാം. അപ്പൊ മനുഷ്യൻ ഒന്നുകിൽ മാനുവൽ ആയിട്ട് ഫിസിക്കലായിട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മെന്റൽ ആയിട്ട് ചെയ്യുന്നതാവാം. ഈ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ചെയ്യുന്നതിന് എന്ത് കിട്ടുന്നുണ്ട്, പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പേയ്മെന്റ് കിട്ടുന്ന ആക്ടിവിറ്റിയാണ്, അതായത് ആ ലേബർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ലേബർ കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ദ പേഴ്സൺസ് ആൻഡ് ഹു പെർഫോംസ് ആൻഡ് ഇറ്റ്സ് സോൾഡ് ആസ് സെപ്പറേറ്റ് ഇൻപുട്ട്. അതായത് ലേബർ എന്ന് വേർതിരിച്ച് കാണിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് പ്രത്യേക ഇൻപുട്ട് അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ലേബർ എന്ന് പറയുന്നത് സ്കിൽഡ് ലേബറും ഉണ്ട്, അൺസ്കിൽഡ് ലേബറും ഉണ്ട്. ലേബേഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്കിൽഡ് ലേബർ ആൻഡ് അൺസ്കിൽഡ് ലേബർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ലേബർ ഫോഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു, എംപ്ലോയിഡ് ലേബർ ആൻഡ് അൺഎംപ്ലോയിഡ് ലേബർ. ഇങ്ങനെ ലേബർ ഫോഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ ലേബർ ആണ്. എന്താണ് ഒരു ലേബർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്? ഇപ്പൊ ലേബർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അതായത് ഒരു മനുഷ്യന്റെ മെന്റലായിട്ടോ ഫിസിക്കലായിട്ടോ ഉള്ള വർക്കിന് പേയ്മെന്റും കൂടി കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, പേയ്മെന്റ്. അതായത് ഒരു വർക്ക് ചെയ്തു കൊടുക്കുന്നതിന് ഒരാൾക്ക് പേയ്മെന്റും കൂടി കിട്ടുകയാണെങ്കിൽ അത് ലേബർ ഫോഴ്സ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ലേബറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? വി ഹാവ് ബീൻ ടാക്കിംഗ് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ലേബർ, ദാറ്റ് ഈസ് എ നമ്പർ ഓഫ് വർക്കേഴ്സ് അവൈലബിൾ ഫോർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ലേബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് കൈൻഡ്സ് ആണ്. അതില് ദ ഡിസ്കഷൻസ് ഓഫ് ലേബർ ഫാക്ടർ പ്രൊഡക്ഷൻ വുഡ് റിമെയിൻ ഇൻകംപ്ലീറ്റ്. അതായത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ലേബർ ഉണ്ടായിരിക്കണം. ഇപ്പോ മെഷീനറി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ പോലും ആ മെഷീനറി വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്, ലേബർ ഫോഴ്സ് ആവശ്യമാണ്. ലേബർ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, പ്രൊഡക്ഷൻ പർപ്പസസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോ ലേബർക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം അല്ലെ. അപ്പൊ ലേബേഴ്സിന് ഉണ്ടാകേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നമ്മളിവിടെ 2 പോയിന്റ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ദ ഇന്റൻസിറ്റി വിത്ത് വിച്ച് വർക്ക്സ് ആൻഡ്, അതായത് ഒരു ലേബർ ജോലി ചെയ്യുന്ന ഇന്റൻസിറ്റി. ഇപ്പൊ അയാൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിന്റെ ഇന്റൻസിറ്റി ആണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ മാക്സിമം എഫിഷ്യൻസി വിച്ച് ദാറ്റ് വർക്കർ ക്യാൻ അച്ചീവ്. ഒരു ലേബർക്ക് നേടാകുന്ന മാക്സിമം എഫിഷ്യൻസി, പരമാവധി അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഒരു ലേബർക്ക് മാക്സിമം, അതായത് ഒരു തൊഴിലാളിക്ക് നേടാവുന്ന പരമാവധി കാര്യക്ഷമത
എന്തൊക്കെയാണ്, എഫിഷ്യൻസി എന്താണ്, ഇതാണ് രണ്ട് ക്വാളിറ്റീസ്. പിന്നെ നമുക്കറിയാം ഒരു ലേബേഴ്സിന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതാം. ലേബർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്ത് വർക്കാണോ ഏൽപ്പിച്ചത് അവർക്ക് കാര്യക്ഷമമായി ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം, ലേബർക്ക് ഉണ്ടായിരിക്കണം. പറഞ്ഞ ടൈമിന് ഇത് തീർക്കാനുള്ള ഒരു ക്വാളിറ്റീസ് ലേബർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ലേബർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അപ്പൊ അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കാം. ലേബർ ഇങ്ങനെ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇപ്പൊ ലാൻഡ് കഴിഞ്ഞു, ലേബർ കഴിഞ്ഞു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് the term capital refers to the group of productive resources which are the results of human labor. Capital represents man-made or productive resources. They are produced means of productions, while land is free gift of nature, and since this availability were without spending any labor on it. അതായത് എന്താ ലേബർ എന്ന് പറഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ എന്ന പദം തന്നെ മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമണിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള ഉൽപാദന ശേഷിയുള്ള വിഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഉൽപാദന ശേഷിയുള്ള വിഭവങ്ങളെ സൂചിപ്പിക്കുന്ന പദത്തിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഉൽപാദന ശേഷിയുള്ള വിഭവങ്ങളെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് അപ്പിയേഴ്സ് വേരിയസ് ഫോംസ് സച്ച് ആസ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, റോഡ്, ബ്രിഡ്ജ്, മീൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ മനുഷ്യന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്ട്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിങ്, അതേമാതിരി തന്നെ റോഡ്സ്, ബ്രിഡ്ജസ്, അതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോ ഓൺ. ഇതൊക്കെ എന്താണ്? ക്യാപിറ്റലിന് എക്സാമ്പിൾ ആണ്. അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമണിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഉൽപാദന ശേഷിയുള്ള വിഭവങ്ങളെയാണ്, വിഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ക്യാപിറ്റൽ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എന്റർപ്രണർഷിപ്പ് ആണ്. എന്താണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അപ്പൊ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ultimate decision making and risk bearing connected with business activities. This is the organizing function which combines the services provided by the resources that goods and services produced. In economics, believe that existence of fourth factor production, namely organization, entrepreneurship, and which is supplied by the entrepreneur. അപ്പൊ ഒന്നുമില്ല, എന്താണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 4 ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 4 ഫാക്ടേഴ്സ് ആവശ്യമാണ്. അത് ഏതൊക്കെയായിരുന്നു? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. അപ്പൊ ഈ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും കോർഡിനേറ്റ് ചെയ്യുകയാണ് ഏത് ചെയ്യുന്നത്? എന്റർപ്രണർഷിപ്പ് ചെയ്യുന്നത്. ഇപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഏത്? എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് അവിടെ എന്തുണ്ടാവുന്നുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും ഒരുപാട് നഷ്ടസാധ്യതകൾ ഉണ്ടാകും. അപ്പൊ ആ നഷ്ടങ്ങളെയൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് അവിടെ എന്തുണ്ടാകുന്നുള്ളൂ? പ്രോഫിറ്റ് ഉണ്ടാകുന്നുള്ളൂ. ആ നഷ്ടസാധ്യതകളെ നമ്മൾ എല്ലാം ഏറ്റെടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനെ വീണ്ടും എന്താണ്? റീഇൻവെസ്റ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ അവിടെ എന്തുണ്ടാക്കുന്നു? റിസ്ക് ഉണ്ടാകുന്നു. ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായി
ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുവരികയാണ് ഒരു എന്റർപ്രണറുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അതിനെയാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ പർപ്പസിൽ ഏർപ്പെടുക, അതിനെയാണ് എന്ത് പറയുന്നത്? എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു റിസ്കി ജോബാണ്. അപ്പോ ഹയർ റിസ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹയർ റിട്ടേൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ റിസ്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ റിട്ടേണും നമുക്ക് കൂടിക്കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പൊ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഇതാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമി. ഒരു ഇക്കണോമിയുടെ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? അപ്പൊ അതിലെ ഫണ്ടമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ ഡൂയിങ് an economy has to solve some basic problems called central problems of an economy, which are, അതായത് ഒരു ഇക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ ഏതൊരു ഇക്കണോമി ആണെങ്കിലും അതിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് ഒക്കെ നേരിട്ട് ആ പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് അവിടെ പ്രൊഡക്ഷൻ നടത്തുമ്പോഴാണ് ആ എക്കണോമി എന്താകുന്നുള്ളൂ, സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു എക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്തുൽപാദിപ്പിക്കണം. രണ്ടാമത്തെ പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, അതായത് എങ്ങനെയാണ് നമ്മൾ ഉൽപാദിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അതായത് ആർക്കു വേണ്ടിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു ഇക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ വാട്ട് ടു പ്രൊഡ്യൂസ്, രണ്ടാമത്തെ ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതാണ് ഒരു ഇക്കണോമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് യു ഹാവ് ആൾറെഡി ലേൺ ദാറ്റ് an economy does not have enough resources to produce everything required. അതായത് നമ്മൾ പറഞ്ഞു റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞു. ആ ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. നമുക്കറിയാം മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഗുഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ എക്കണോമിക് ലൈഫിന് മോസ്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തില്ല, കാര്യമില്ല. എന്തിനാണോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ആവശ്യക്കാർ കൂടുതലുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഡിമാൻഡ് ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതൽ ആ പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. എന്താണോ നമ്മുടെ സൊസൈറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകള് ആ പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. The decisions regarding the wants to be satisfied and the goods and services we produced are interrelated. അതായത് കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു സൊസൈറ്റിയുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സുകളാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് എന്തിൽ പറയുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുക. ഡിമാൻഡ് ഏത് പ്രൊഡക്റ്റിനാണോ കൂടുതൽ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതാണ് എന്ത് പറയുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്തുമായി റിലേറ്റ് ചെയ്തതാ, ഇറ്റ് റിലേറ്റ്സ്
വിച്ച് ടെക്നിക്സ് ആർ ടു ബി അഡോപ്റ്റഡ്. ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തതാണ്. ടെക്നോളജി മീൻസ് ദ കറക്റ്റ് പ്രൊപ്പോർഷൻസ് ഇൻ വിച്ച് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ടു ബി എംപ്ലോയിഡ്. അതായത് ടെക്നോളജി എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് ഏത് ഫാക്ടർ, ഏത് ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അവിടെ പ്രൊഡക്ഷൻ പർപ്പസസ് നടത്തണം. There are two types of techniques. അതായത് രണ്ട് ടൈപ്സിലുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സ് ആണ് അവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ പറയുന്നത്, അതായത് ഇറ്റ് റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് സെലക്ഷൻ ഓഫ് ടെക്നോളജി. ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഏത് കിടക്കുന്നത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതായത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാകുമ്പോ അത് എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ടെക്നോളജിയാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തേത് ലേബർ ഇന്റൻസീവ് ടെക്നോളജി, രണ്ടാമത്തേത് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ഒന്നാമത് പറയുന്നത് ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും രണ്ടാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയുമാണ്. അപ്പൊ ഒന്നാമത്തെ ടെക്നോളജിയിൽ പറയുന്നത്, ലേബർ ഇന്റൻസീവ് ടെക്നോളജിയിൽ പറയുന്നത് ലേബേഴ്സിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെക്നോളജി. അതായത് പ്രൊഡക്ഷൻ പർപ്പസിൽ, അതായത് ഇപ്പൊ ഒരുപാട് ലേബേഴ്സ് ഉള്ള ഒരു കൺട്രി ആണെന്ന് വിചാരിക്കുക. ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ഒരുപാട് ലേബേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് വേണം കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ. ലേബേഴ്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പസ്റ്റ് ആണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആവുമ്പോൾ ഒരുപാട് റേറ്റ് വരികയാണെങ്കിൽ നമ്മളവിടെ എന്തിനെ യൂസ് ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ നടത്താൻ, ഒരുപാട് ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ട് വേണം അവിടെ പ്രൊഡക്ഷൻ നടത്താൻ എന്നാണ് പറയുന്നത്. ഇതാണ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ. അപ്പൊ ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലേബേഴ്സ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ആണെങ്കിൽ, ലേബേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ചീപ്പ് റേറ്റും ആണെങ്കിൽ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്, ലേബർ ഇന്റൻസീവ് ടെക്നോളജിയാണ്. എന്നാൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അർത്ഥമാക്കുന്നത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി അതായത് മെഷീനറീസ് കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. മെഷീനറീസ് ആണ് നമ്മൾ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ടെക്നോളജീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ മെഷീനറീസ് കൂടുതൽ ഉള്ള രാജ്യങ്ങളാണെങ്കിൽ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെഷീനറീസ് യൂസ് ചെയ്യാം. അങ്ങനത്തെ ടെക്നോളജീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഏതാണോ പ്രൊഡക്ഷൻ നടത്താൻ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഒന്നുകിൽ ലേബർ ആവാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി ആവാം. ഏത് ടെക്നോളജി ആണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഒന്നുകിൽ ലേബർ ഇന്റൻസീവ് ടെക്നോളജി നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യാം. നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്താം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെലക്ഷൻ ഓഫ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണ്. അതായത് ഏറ്റവും ചെലവ് കുറഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് നടത്താൻ, പ്രൊഡക്ഷൻ നടത്താൻ. വളരെ കുറഞ്ഞ ചിലവിൽ ലീസ്റ്റ് കോസ്റ്റിൽ വേണം പ്രൊഡക്ഷൻ നടത്താൻ എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചിന്തിച്ചത് നമുക്കറിയാം, ലീസ്റ്റ് കോസ്റ്റിൽ മാക്സിമം പ്രോഫിറ്റ് നേടാം. വളരെ കുറഞ്ഞ ചെലവിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കലായിരിക്കണം നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നതിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അതായത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടിയാണ് പ്രൊഡക്ഷൻ നടത്തേണ്ടത് എന്നാണ് പറയുന്നത്.
അതായത് ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തേണ്ടത്, അതായത് ഒരു സൊസൈറ്റിയിലെ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയാണ്, ഏത് ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സാധനങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഏതിൽ പറയുന്നത്, ഏത് ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നതിൽ പറയുന്നത്. അതായത് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ആ സാധനങ്ങള് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇറ്റ് റിലേറ്റ്സ് ടു ദ പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഔട്ട്പുട്ട്. അതായത് അത് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്താണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ആ സാധനം ആരാണോ അത് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ കസ്റ്റമർ ആരാണോ അവർക്ക് ആ സാധനം എന്ത് ചെയ്യണമെന്ന് ഹും ടു പ്രൊഡ്യൂസ് എന്നതിൽ പറയുന്നത്. പ്രൈസ് മെക്കാനിസം ഡിറ്റർമിൻ ദ ഇൻകം ഓഫ് വർക്കേഴ്സ് പർച്ചേസിംഗ് പവർ ആൻഡ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ദ ഓണർ ഓഫ് ക്യാപിറ്റൽ ഡിറ്റർമിൻഡ് ബൈ ദ same way. Thus, when the price is every commodity and every factor of production are determined. അതായത് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്കേഴ്സിന്റെ ഇൻകവും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അത്, പിന്നെ നമുക്ക് പ്രൊഡക്ഷന് ചെലവായ കോസ്റ്റ് അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രൈസ് ഫിക്സ് ചെയ്യാൻ. പിന്നെ അതേമാതിരി തന്നെ എത്ര നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, പ്രൊഡക്ഷൻ നടത്താൻ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സാധനത്തിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് നടത്താൻ, പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഫണ്ടമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതൊന്നുകൂടി അവിടെ ഷോർട്ട് ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫ്രം ദ സ്റ്റഡി ദ എസെൻഷ്യൽ പ്രോസസ് ഓഫ് ആൻ എക്കണോമി ഇറ്റ് വുഡ് appear that some fundamental problem arise whatever the type of economy. ഏത് എക്കണോമിയിലാണെങ്കിലും ഒരു ഫണ്ടമെന്റൽസ് പ്രോബ്ലംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അതിൽ an economy exists because of two basic facts. Firstly, human wants and goods and services are unlimited, and secondly, productive resources with which to produce goods and services are scarce. അതായത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അതിനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡുമാണ്, അതിനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡുമാണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് വാണ്ട്സ് ബീയിങ് അൺലിമിറ്റഡ് ആൻഡ് അവർ റിസോഴ്സസ് ബീയിങ് ലിമിറ്റഡ് വി കനോട്ട് സാറ്റിസ്ഫൈ ആൾ ഓഫ് wants. That being so, then economy decide how to use the scarce resources to give maximum possible satisfaction to the members of the society. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഒന്നുകൂടി വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താ പറയുന്നത്, വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡുമാണ്. അതായത് സ്കെയർ റിസോഴ്സസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ നടത്തി കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നാണ് അതിൽ പറയുന്നത്. ഇതൊക്കെയാണ് ഒരു ഇക്കണോമി നേരിടുന്ന പ്രോബ്ലംസ്. അപ്പൊ മെയിൻ ആയിട്ടും 3 പ്രോബ്ലംസ് ആണ് നമ്മൾ അതിൽ പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞത് വാട്ട് ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ്, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്. സെക്കൻഡ് വൺ പറഞ്ഞത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പറഞ്ഞത് ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്കു വേണ്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ്. അപ്പൊ അത് എല്ലാരും നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഗുഡ്സ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗുഡ്സ്. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങള്. ഗുഡ്സ് ആർ പ്രൊഡക്ട്സ് ആൻഡ് റിസോഴ്സസ് ദാറ്റ് സാറ്റിസ്ഫൈ പീപ്പിൾ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അതായത് ജനങ്ങളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത്
കൺസ്യൂമേഴ്സിന്റെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് ഗുഡ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, ആ പ്രൊഡക്റ്റിന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയാൽ, നമ്മുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? ഗുഡ്സ് എന്ന് പറയാം. എ ഗുഡ്സ് ക്യാൻ ബി എ ഫിസിക്കൽ ഒബ്ജക്റ്റ്. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണ്. എ പ്രൊവൈഡഡ് സർവീസ് ഓർ സം കോമ്പിനേഷൻ ഓഫ് ടു. കോമ്പിനേഷൻ ഓഫ് ദി ടു. ഒന്നെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ എന്താണ്, അത് കോമ്പിനേഷൻ ആവാം. വിർച്വലി എനിത്തിങ് ക്യാൻ ബി ഗുഡ് if it offers some kind of benefit to consumers. കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണ്. Since goods are diverse and they are categorized into distinct group with unique characteristics and determine their value. ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ടും ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്. അപ്പൊ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ കൺസ്യൂമേഴ്സും ഓരോ ഗുഡ്സും വാങ്ങിക്കുമ്പോൾ അവർക്ക് ഓരോ നീഡ്സും വാണ്ട്സും ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഗുഡ്സ്. പിന്നെ അത് വാങ്ങണമെങ്കിൽ അവർക്ക് എന്തുകൂടെ അത്യാവശ്യമാണ്? അത് വില്ലിങ്നെസ് ടു ബൈ. അത് വാങ്ങാനുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് വാങ്ങാനുള്ള ഒരു പർച്ചേസിങ് പവറും അവർക്ക് ഉണ്ടായിരിക്കണം. ഒരു ഗുഡ്സ് വാങ്ങണമെങ്കിൽ അവർക്ക് എന്താ ആവശ്യമാണ്? ക്യാഷ് ആവശ്യമാണ് അല്ലെ? അപ്പൊ വില്ലിങ്നെസ് ടു ബൈ, അത് വാങ്ങാനുള്ള ഒരു ആഗ്രഹവും അവർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ പർച്ചേസിങ് പവറും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നത്, ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ടും. ഫസ്റ്റ് വൺ പ്രൈവറ്റ് ഗുഡ്സ്, സെക്കൻഡ് വൺ പബ്ലിക് ഗുഡ്സ്. അതായത് പ്രൈവറ്റ് ഗുഡ്സും ഉണ്ട്, പബ്ലിക് ഗുഡ്സും ഉണ്ട്. എന്താണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? goods whose availability can be restricted to selected users. It is divisible in that sense. അതായത് എന്താ പറയുന്നത്? പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ്, അതായത് സെപ്പറേറ്റ് പേ ചെയ്ത് വാങ്ങിക്കുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, നമ്മൾ അതിന് ക്യാഷ് പേ ചെയ്യുന്നു. അപ്പൊ ഓരോരുത്തരും എന്താണ്, സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നു. പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പബ്ലിക് ഗുഡ്സ് ആണ്. എന്താണ് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൂസ് അവൈലബിലിറ്റി cannot be restricted selected users only through pricing or through other measures, and the benefit of goods are indivisible and people cannot be excluded. എന്താ അതിൽ പറയുന്നത്? അതായത് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സൊസൈറ്റിയിൽ, പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഇതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഇപ്പൊ പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിന് പേയ്മെന്റ് ഒന്നും നടത്തുന്നില്ല, പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് പേയ്മെന്റ് നടത്തുന്നുണ്ടാവാം. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന അതിന് എന്താ പറയാ? ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ഒന്നും നടത്തില്ല, പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കാം അതിന് എന്ത് ചെയ്യുന്നുണ്ടാവുക? പേയ്മെന്റ് നടത്തുന്നുണ്ടാവുക. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് എന്താ അതിന് പറയാ? ടാക്സ്. ചെറിയ തോതിൽ നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടാവാം. അപ്പൊ പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കാം? ചിലപ്പോ ചില സാധനങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോ സേവനങ്ങളോ ഒക്കെ ആവാം പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനുള്ള ചാർജ് പേ ചെയ്യുന്നത്. ഇപ്പോ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ്, അതേമാതിരി തന്നെ നാഷണൽ ഡിഫൻസ്,
അതൊക്കെ എന്താണ്? പബ്ലിക് ഗുഡ്സ് ആണ്. പിന്നെ ക്ലീൻ എയർ പറയാം, ഡ്രിങ്കിങ് വാട്ടർ പറയാം. ഇതൊക്കെ എന്താണ്? പബ്ലിക് ഗുഡ്സ് ആണ്. ചിലപ്പോ ചില ചാർജ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരു എക്സാമ്പിള് പോസ്റ്റ് ഓഫീസ് ഒക്കെ ഒരു പബ്ലിക് ഇതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ നമ്മൾ എന്താണ്, അതായത് നമ്മള് റെയിൽവേയിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് പേ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ്? പബ്ലിക് ഗുഡ്സ് ആണ്. ഇതാണ് പ്രൈവറ്റ് ഗുഡ്സും പബ്ലിക് ഗുഡ്സും. ഇപ്പൊ പ്രൈവറ്റ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞു, അതേമാതിരി തന്നെ പബ്ലിക് ഗുഡ്സും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ കീ ഡിഫറൻസസ് ആണ്. എന്തൊക്കെ ഡിഫറൻസസ് ആണ് പ്രൈവറ്റ് ഗുഡ്സിനും പബ്ലിക് ഗുഡ്സിനും ഉള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ഓണർഷിപ്പ് ആണ്. അതായത് പ്രൈവറ്റ് ഗുഡ്സ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഫേംസ്, while public goods are typically owned collectively or by the government. അതായത് പ്രൈവറ്റ് ഗുഡ്സിന്റെ ഓണേഴ്സ് ആരായിരിക്കാം? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കാം. എന്നാൽ പബ്ലിക് ഗുഡ്സോ അതിന്റെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കാം? ഗവൺമെന്റ് ആയിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓണർ ആരാ? നമ്മൾ തന്നെയല്ലേ? എന്നാൽ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് ആരുടെയാണ്? ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, എക്സ്ക്ലൂഡബിലിറ്റി. പ്രൈവറ്റ് ഗുഡ്സ് ക്യാൻ ബി റെസ്ട്രിക്റ്റഡ് ടു ദോസ് ഹു പേ ഫോർ ദം, and whereas public goods are difficult to exclude individual from ones provided. അതായത് പ്രൈവറ്റ് ഗുഡ്സ് ആരാണോ ക്യാഷ് പേ ചെയ്യുന്നത് അവർക്കാണ് പ്രൈവറ്റ് ഗുഡ്സ് കിട്ടുന്നത്. എന്നാൽ അങ്ങനെയാണോ പബ്ലിക് ഗുഡ്സിന്റെ കാര്യം? അല്ല. നെക്സ്റ്റ് റൈവലറി ആണ് പറയുന്നത്. കൺസംഷൻ ഓഫ് പ്രൈവറ്റ് ഗുഡ് ബൈ വൺ പേഴ്സൺ ഡിമിനിഷസ് ദെയർ അവൈലബിലിറ്റി ഫോർ അതേഴ്സ്, and while public goods can be consumed simultaneously by many without depletion. നെക്സ്റ്റ് പ്രൊവിഷൻ ആണ് പറയുന്നത്. പ്രൈവറ്റ് ഗുഡ്സ് ആർ ഓഫൺ പ്രൊവൈഡഡ് ബൈ പ്രൈവറ്റ് ഫേംസ് ത്രൂ മാർക്കറ്റ് എക്സ്ചേഞ്ച്, while public goods may require government intervention due to free rider problem. അതായത് പ്രൈവറ്റ് ഗുഡ്സ് മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യാം? മാർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. എന്നാൽ പബ്ലിക് ഗുഡ്സ് അങ്ങനെയാണോ? അല്ല. ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് അവിടെ ഉണ്ടാകുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രൈസിംഗ് ആണ്. The private goods have a clear price and attached to them, reflecting their market value, while public goods often have zero or subsidized prices since they difficult to charge individually. പ്രൈവറ്റ് ഗുഡ്സിന് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാം. ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അതിന്റെ ചാർജ് അതിൽ തന്നെ ഉണ്ടാവും. എന്നാൽ പബ്ലിക് ഗുഡ്സിന് അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ഇനി മെറിറ്റ്സ് ഓഫ് നെക്സ്റ്റ് വൺ പറയുന്നത് മെറിറ്റ്സ് ഓഫ് ഗുഡ്സ് ആണ്. ഗുഡ്സിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ട മെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്. Second one, increased social mobility. Third one, environmental sustainability. അതായത് നമുക്കറിയാം എൻവിറോൺമെന്റിനും കൂടിയും ചേരുന്നതായിരിക്കണം ഗുഡ്സ് അല്ലെ? അതായത് എൻവിറോൺമെന്റിന് ദോഷമാകുന്ന ഒന്നായിരിക്കരുത് ഗുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂലേ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ, അതായത് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ക്വാളിറ്റി നന്നായി ഉണ്ടെങ്കിൽ മാത്രമാണ് കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ലോ പ്രൈസ്. അതായത് പ്രൈസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കണം. ഇത്രയും ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ ഇത്രയും മെറിറ്റ്സ് ആണ് ഒരു ഗുഡ്സിന് ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെ മെറിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ പറയുന്നത് ഇംപ്രൂവ്ഡ് പബ്ലിക് ഹെൽത്ത്, രണ്ടാമത് പറയുന്നത് ഇൻക്രീസ് സോഷ്യൽ മൊബിലിറ്റി, പിന്നെ എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, നെക്സ്റ്റ് വൺ ഗുഡ് ക്വാളിറ്റി, നെക്സ്റ്റ് വൺ ലോ പ്രൈസ്. ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും മെറിറ്റ്സ് ആണ് ഒരു ഗുഡ്സിന് ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ നമുക്ക് നമ്മള് രണ്ട് തരത്തിലുള്ള ഗുഡ്സ് പഠിച്ചു. അതിൽ ഒന്നാമത്തെ പ്രൈവറ്റ് ഗുഡ്സ്, അതായത് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ രണ്ട് തരത്തിലാണ് ഗുഡ്സ് ഉള്ളത് എന്ന് പറഞ്ഞു. ഒന്നാമത്തത് പ്രൈവറ്റ് ഗുഡ്സും രണ്ടാമത്തത് പബ്ലിക് ഗുഡ്സും. പിന്നെ പ്രൈവറ്റ്
ഗുഡ്സും പബ്ലിക് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വൺ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? അപ്പൊ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തതാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ കർവ് എന്ന് പറയുന്നു. അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ബൗണ്ടറി എന്ന് പറയുന്ന പേരുകളാണ്. എന്താ പറയുന്നത്, മൈക്രോ എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് ഇതിന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ എന്താണ് പറയാ, ഉൽപാദന സാധ്യത. അതായത് ഉൽപാദനത്തിന്റെ സാധ്യതകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് ഒരു കൺട്രിക്കോ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കോ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ കോമ്പിനേഷനെ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെയാണ് ഈ കർവിൽ പറയുന്നത്. അതായത് ഒരു കൺട്രിക്കോ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കോ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എന്തിൽ പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രത്തിൽ പറയുന്നത്. അതായത് ഉൽപാദനത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ് കംപ്ലീറ്റും ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് പറയുന്നത്. അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചു കാണിക്കുന്ന എന്താണ്, ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസിനെയാണ്. അതായത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റീസിനെയാണ് ഉൽപാദന സാധ്യതാ വക്രം വരച്ചു കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു എക്കണോമിക്ക് കഴിവുള്ള ഉൽപാദന സാധ്യതകളെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് കാണിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചു റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ലിമിറ്റഡ് ആണ്. ആ റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. എത്രയാണോ നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഉള്ളത്, ആ റിസോഴ്സസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം. ഓരോ കൺട്രിയും ഓരോ ഇക്കണോമിയും അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. ഓരോ കൺട്രിയും അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസുകൾ യൂസ് ചെയ്ത് മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്നാണ് ഉൽപാദന സാധ്യതാ വക്രം പറയുന്നത്. അതായത് ഇപ്പോ രണ്ട് കമ്മോഡിറ്റീസിന്റെ സാധ്യതകളെയാണ് ഏതിൽ പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ പറയുന്നത്. ഉള്ള റിസോഴ്സസ് വെച്ച് ഈ രണ്ട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഈ രണ്ട് കമ്മോഡിറ്റീസിൽ ഒരു കമ്മോഡിറ്റിക്ക് ചെലവ് കൂടുമ്പോൾ അതായത് രണ്ട് കമ്മോഡിറ്റീസ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെലവ് കൂടുകയും മറ്റേ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ചെലവ് കുറയുകയും ഒക്കെ ചെയ്യും. അപ്പൊ രണ്ട് കമ്മോഡിറ്റിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെലവ് കൂടുകയും അടുത്ത കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചെലവ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എഫിഷ്യന്റ് ആയിട്ടുള്ള ഏതാണോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്, കൂടുതൽ എഫിഷ്യന്റ് ആയി ഏതാണോ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അടുത്തത് നമ്മൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യണം. അതായത് ഒരു കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മറ്റൊരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കേണ്ടി വരും. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആകുമ്പോ ഒരു കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ് പറയുന്നത്, ഒന്നുമില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കൺട്രിക്കോ ഒരു എക്കണോമിക്കോ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് എന്ത് പറയുന്നത്, ഉൽപാദന സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രിക്കോ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് എന്ത് പറയുന്നത്, ഉൽപാദന
സാധ്യതാ വക്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിൾ ഉണ്ട്. ഒന്നാമത്തെ ഇതിൽ പറയുന്നത് കോമ്പിനേഷൻ യൂണിറ്റ് തന്നിരിക്കുന്നത്, മൂന്നാമത്തത് ബീറ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ കോമ്പിനേഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. കോമ്പിനേഷൻ ഉണ്ട്, രണ്ടെണ്ണമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്ലോത്തും ഒന്ന് വീറ്റുമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലോത്ത് 0 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ വീറ്റ് നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 15 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ ക്ലോത്ത് 0, വീറ്റ് 15. ക്ലോത്ത് 1 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? അതായത് മൊത്തം ഇവിടെ 15 ആണുള്ളത്. അതിൽ ക്ലോത്ത് 1 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 യൂണിറ്റ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ വീറ്റ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? 14 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ടോട്ടൽ അവിടെ എത്രയായി? 15. ക്ലോത്ത് 1ഉം വീറ്റ് 14. അതേപോലെ ക്ലോത്ത് നമ്മൾ 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വീറ്റ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? 12 യൂണിറ്റ്. കാരണം ഇവിടെ 14 വീറ്റുള്ളൂ. അപ്പോ വീറ്റ് 12ഉം ക്ലോത്ത് 2 യൂണിറ്റുമാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ക്ലോത്ത് നമ്മൾ 3 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ വീറ്റ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ? 9 ആണ്. 9 യൂണിറ്റ്. അതായത് ടോട്ടൽ ഇവിടെ 12 ഉള്ളൂ. അതില് ക്ലോത്തിന് നമ്മൾ 3 യൂണിറ്റ് എടുത്തു. ബാക്കി 12ലേക്ക് എത്രയുള്ളൂ? 9. അപ്പൊ 9 ആണ് അവിടെ നമുക്ക് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ വീറ്റ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? ഇവിടെ ടോട്ടൽ 9 ഉള്ളൂ. അപ്പൊ ക്ലോത്ത് 4 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ വീറ്റ് നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ? 5 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. ഇനി ക്ലോത്ത് 5 യൂണിറ്റ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വീറ്റ് എത്രയായിരിക്കാം? 0 ആയിരിക്കാം. അപ്പൊ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ 2 എണ്ണാണ്, 2 പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്ലോത്തും ഒന്ന് വീറ്റുമാണ്. ഒരെണ്ണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ അടുത്തത് എന്താവേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രൊഡക്റ്റ് കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഒരു ടേബിൾ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഒരു ചാർട്ട് ആണ് ഇവിടെ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഒരു ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം നമ്മളൊരു ഡയഗ്രാം അറിയാം. എക്സ് ആക്സിസും വൈ ആക്സിസും അറിയാം. അതില് എക്സ് ആക്സിസും വൈ ആക്സിസും അറിയാം. എക്സ് ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് ആണ്. നമ്മൾ ആ ടേബിളിലുള്ള മാതിരി കൊടുത്തിട്ടുണ്ട്. അതേപോലെ വൈ ആക്സിസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടോട്ടൽ വരുന്നത് 15 ആണ്. ഹയസ്റ്റ് വാല്യൂ വരുന്നത് 15 ആണ്. അപ്പൊ നമ്മൾ 16 വരെ അവിടെ ക്ലോത്ത് വീറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ് നമ്മൾ കൊടുത്തത് 2, 4, 6, 8, 10, 12, 14, 16 വരെ എടുക്കാൻ കാരണം നമുക്കറിയാലോ അവിടെ വീറ്റ് എത്ര വരുന്നുണ്ട്? 15 വരെ വരുന്നുണ്ട്. ഹയസ്റ്റ് വാല്യൂ 15 ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പൊ 16 വരെ വരുന്നുണ്ട്. ഇനി ആ ഡയഗ്രാം നിങ്ങൾ ആ ടേബിൾ നോക്കിയിട്ട് വേണം ഈ ഡയഗ്രാം വരയാൻ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഡയഗ്രാം ടേബിൾ നോക്കിയിട്ട് വേണം നിങ്ങൾ വരയാൻ. ജസ്റ്റ് ഒന്ന് ഇവിടെ ജസ്റ്റ് ഇതിന്റെ മുന്നത്തെ ടേബിളിലേക്ക് തന്നെ ഒന്നുകൂടെ പോവുകയാണ്. ക്ലോത്ത് 0 ആവുമ്പോൾ വീറ്റ് എത്ര യൂണിറ്റ് ആണ്? 15 യൂണിറ്റ് ആണ്. അതേമാതിരി തന്നെ ക്ലോത്ത് 0 ആവുമ്പോൾ വീറ്റ് എത്ര യൂണിറ്റ് വരുന്നുണ്ട്? 15 യൂണിറ്റ് വരുന്നുണ്ട്. 15. അതേപോലെ തന്നെ ക്ലോത്ത് 1 യൂണിറ്റ് ആവുമ്പോ വീറ്റ് എത്ര യൂണിറ്റ് വരുന്നുണ്ട്? 14 യൂണിറ്റ് വരുന്നുണ്ട്. ക്ലോത്ത് ആവുമ്പോ വീറ്റ് 9. ക്ലോത്ത് 4 ക്ലോത്ത് 5 ആവുമ്പോ വീറ്റ് എത്ര വരുന്നത്? 0 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലോട്ട് പോകും തോറും അതിന്റെ എഫിഷ്യൻസി കൂടിയിട്ടാണ് കാണുന്നത്. അപ്പൊ റിസോഴ്സസ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലോട്ട് പോകും തോറും ഇവിടെ നമ്മൾ PQR എന്നൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
PQR പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലോട്ട് പോകുന്തോറും അതിന്റെ എഫിഷ്യൻസി കൂടുകയാണ് ചെയ്യുന്നത്. എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മുകളിലോട്ട് പോകുന്തോറും. ഇവിടെ H എന്നുള്ള ഒരു വാല്യൂ അവിടെ ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എഫിഷ്യൻസി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. ആ ലിമിറ്റഡ് റിസോഴ്സസ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തി. നമ്മുടെ കയ്യിൽ എത്ര റിസോഴ്സസ് ഉണ്ടോ അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തി എന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മുകളിലോട്ട് പോകുന്തോറും കാണിച്ചു തരുന്നത്. ഇവിടെ H എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് മുകളിലോട്ട് പോകുന്തോറും അതിന്റെ എഫിഷ്യൻസി കൂടുതലാണ് എന്നാണ് പറയുന്നത്. റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം യൂസ് ചെയ്തു എന്നാണ് അതിൽ കാണിക്കുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് താഴോട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കാം. ഇവിടെ PQRന്റെ ഒക്കെ താഴോട്ട്, അതായത് ഈ ഡയഗ്രത്തിന്റെ ഉള്ളിലോട്ടാണ് വരുന്നത് എങ്കിൽ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈ ഡയഗ്രത്തിന്റെ ഉള്ളിലോട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഇപ്പോ PQR ഒക്കെ കണ്ടില്ലേ, അതിന്റെ താഴെ ഭാഗത്തേക്ക് ഈ ഡയഗ്രത്തിന്റെ ഈ സ്ക്വയർ ഹോളിന്റെ ഒക്കെ അങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കുറയുന്നു. മുകളിലോട്ട് പോകുന്തോറും എഫിഷ്യൻസി കൂടുന്നു, താഴോട്ട് വരുന്തോറും അതിന്റെ എഫിഷ്യൻസി എന്താണ്, കുറയാണ് ചെയ്യുന്നത്. അപ്പൊ എഫിഷ്യൻസി കുറഞ്ഞാൽ നമ്മൾ എന്താ അർത്ഥമാക്കേണ്ടത്? എഫിഷ്യൻസി കുറഞ്ഞാൽ നമ്മൾ ഉള്ള റിസോഴ്സസ് മാക്സിമം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എഫിഷ്യൻസി കുറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഇത് മുകളിലോട്ട് പോകുന്തോറും അതിന്റെ എഫിഷ്യൻസി കൂടുകയും താഴോട്ട് വരുന്തോറും എഫിഷ്യൻസി കുറയുകയും ചെയ്യുന്നു. അപ്പൊ ഈ താഴോട്ട് വരികയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ അതായത് എഫിഷ്യൻസി താഴോട്ട് വരികയാണെങ്കിൽ അതിനെ പാരിറ്റോ എഫിഷ്യൻസി എന്നുകൂടി പറയും. ഇതുകൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോ എന്താണ് പാരിറ്റോ എഫിഷ്യൻസി എന്നാണ് ചോദിക്കുക. അപ്പൊ എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉള്ളിലോട്ട് പോകുന്തോറും എഫിഷ്യൻസി കുറയുന്നു, അതായത് ഉള്ള റിസോഴ്സസിനെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതിനെ നമ്മൾ എന്താണ് പറയുക? പാരിറ്റോ എഫിഷ്യൻസി എന്നാണ് പറയുക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉള്ളിലോട്ട് പോകുന്തോറും അതിന്റെ എഫിഷ്യൻസി കുറയുകയും ആ എഫിഷ്യൻസി കുറയുന്നതിനെ നമ്മൾ എന്താണ്? പാരിറ്റോ എഫിഷ്യൻസി എന്നാണ് പറയുക. അത് റിസോഴ്സസ് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് characteristics of production possibility curve. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണിക്കുന്നത്. പിന്നെ കോൺകേവ് ടു ഒറിജിൻ, അതാണ് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് റിസോഴ്സ് അലോക്കേഷൻ ഇൻ ദീസ് ഇക്കണോമിക് സിസ്റ്റം. റിസോഴ്സ് അലോക്കേഷൻസ് ഇൻ ദീസ് ഇക്കണോമിക് സിസ്റ്റം. ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് റിസോഴ്സ് അലോക്കേഷൻസ് ആണ് നമുക്കിനി എടുക്കാനുള്ളത്. അതിനാദ്യമായിട്ട് റിസോഴ്സ് അലോക്കേഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ക്യാപിറ്റലിസ്റ്റ്, 3 തരത്തിലുള്ള ഇക്കണോമിക്സ് ആണ് ഉള്ളത്. നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള എക്കണോമിക്സ് ആണ് ഉള്ളത് എന്നാണ് ഇനി പറയുന്നത്. അതിൽ 3 തരത്തിലുള്ള ഇക്കണോമിക്സ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഇക്കണോമി പറയുന്നത് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയാണ്. രണ്ടാമത്തെ പറയുന്നത് സോഷ്യലിസ്റ്റിക് ഇക്കണോമിയാണ്. മൂന്നാമത്തെ പറയുന്നത് മിക്സഡ് ഇക്കണോമിക്സ് ആണ് നമുക്കുള്ളത്. അപ്പോ റിസോഴ്സ് അലോക്കേഷൻസ് ഇൻ ദീസ് ഇക്കണോമിക് സിസ്റ്റം. അപ്പൊ എന്താണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി എന്ന് നമുക്കറിയണം അല്ലെ. റിസോഴ്സ് അലോക്കേഷൻ ഇൻ ഇക്കണോമിക് സിസ്റ്റത്തിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി
എന്ന് നമുക്കറിയണം. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി, അതേമാതിരി തന്നെ സോഷ്യലിസ്റ്റിക് ഇക്കണോമി ആൻഡ് മിക്സഡ് ഇക്കണോമി. ഈ 3 കാര്യങ്ങളും നമുക്കറിയണം. അതിന്റെ മുന്നേ ഈ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാട്ടോ. ഇൻ മാർക്കറ്റ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റിക് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയാണ് പറയുന്നത് കേട്ടോ. റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ത്രൂ ഇന്ററാക്ഷൻസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഇൻ ദ ഫ്രീ മാർക്കറ്റ്. റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിൽ ഫ്രീ ആയിട്ട്, അതായത് ഫ്രീ മാർക്കറ്റ് സപ്ലൈയും ഡിമാൻഡും അനുസരിച്ച് ഫ്രീ ആയിട്ട് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെ കമാൻഡ് ഇക്കണോമിയിൽ പറയുന്നത് റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ബൈ സെൻട്രൽ അതോറിറ്റി, അതായത് ഗവൺമെന്റ് ആണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യത്തേല് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് മുതലാളിമാരാണ്, രണ്ടാമത്തേല് ഗവൺമെന്റ് ആണ്. മിക്സഡ് എക്കണോമിയിൽ ഗവൺമെന്റും ഉണ്ട്, അതേമാതിരി തന്നെ ക്യാപിറ്റലിസ്റ്റിക് പേഴ്സൺസും ഉണ്ട്. രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രഡീഷണൽ ഇക്കണോമിയാണ്. റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് കൾച്ചറൽ ബിലീഫ്. കസ്റ്റംസും ട്രഡീഷൻസും കൾച്ചറൽ ബിലീഫ്സിന്റെയും അടിസ്ഥാനത്തിലാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ട്രഡീഷണൽ ഇക്കണോമി എന്ന് പറയുന്നത്. ഇനി അതിൽ ഫസ്റ്റ് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഇൻ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിൽ എങ്ങനെയാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ എന്താണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി എന്ന് നമുക്കറിയണം അല്ലെ. എന്താണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി എന്ന് പറഞ്ഞാൽ? അവിടെ മുൻതൂക്കം ഉണ്ടാകുന്നത്, ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിൽ മുൻതൂക്കം ഉണ്ടാകുന്നത് ആർക്കാണ്? മുതലാളിമാർക്കാണ്. മുതലാളിമാർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണേഴ്സ്, കോർപ്പറേറ്റ്സ്, കമ്പനീസ്, അവർക്കൊക്കെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി വർക്ക് ചെയ്യുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്ത് ആ പ്രോഫിറ്റിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുക, വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കുക. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് എങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടാവുന്നില്ല? ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാകുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ് കൂടുതലും പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി എന്ന് പറയുന്നത്. ഇനി റിസോഴ്സ് അലോക്കേഷൻ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആർ പ്രൈവറ്റ്ലി ഓൺഡ് and these people who own resources have authority to withhold their supply from market whenever they want to do. അതായത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. ഒരു സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ കമ്പനീസിന്റെ, കോർപ്പറേറ്റ്സിന്റെ ഒക്കെ പ്രോപ്പർട്ടി ആയിരിക്കും. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കംപ്ലീറ്റ് ആരാണ്? ആ ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോ മുതലാളിമാർക്കാണ് അവിടെ മുൻതൂക്കം നൽകുന്നത് എന്നാണ്. അതോറിറ്റിയും അവർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിംഗ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഹാവ് പ്രൈസ് ഇൻ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ and the free interactions of prices forces demand and supply covers all goods and services and it is called price mechanism. അതായത് പ്രൈസ് ഒക്കെ തീരുമാനിക്കുന്നത് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയിൽ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ച് പ്രൈസ് തീരുമാനിക്കുന്നത് മുതലാളിമാർ തന്നെയാണ് എന്നാണ് അതിൽ പറയുന്നത്. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ബേസ് ചെയ്തിട്ടാണ് അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് labor power is also considered a commodity and can be bought and sold just like any other commodity. അതായത് ലേബർ പവർ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? ലേബർ പവർ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കമ്മോഡിറ്റി. അതൊരു കമ്മോഡിറ്റി ആയിട്ട്, ലേബറിന്റെ പവർ ഒരു കമ്മോഡിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എവറി എക്കണോമിക് യൂണിറ്റ് ബിഹേവ്സ് in a traditional manner. That is to say, it acts only in its own interest. The seller sells a product to the highest bidder only and the buyer buys the product at the lowest price and the possible price and so on. അതായത് എന്താണ്, ഓരോ സാമ്പത്തിക യൂണിറ്റും ഒരു യുക്തിസഹമായിട്ട് രീതിയിൽ
പെരുമാറുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ദി ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ സൊസൈറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ടു. രണ്ട് രീതിയിലാണ് അവരുടെ ഇൻകം എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് ദി ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ് സപ്ലൈഡ് ബൈ ഹിം ടു ദ മാർക്കറ്റ്. അതായത് എന്താണ്, ഉൽപാദനക്ഷമമായ വിഭവങ്ങളുടെ അളവ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ദ പ്രൈസസ് അറ്റ് വിച്ച് ദേ ആർ പെയ്ഡ്, അതായത് അവർ നൽകപ്പെടുന്ന വിലകളാണ് അവിടെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് എവരി എക്കണോമിക് യൂണിറ്റ് ഈസ് ഗൈഡഡ് ബൈ പ്രൈസ് മെക്കാനിസം. ഇറ്റ് ടേക്സ് നോട്ട് ഓഫ് ദ ചേഞ്ചിങ് പ്രൈസസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് കവറിംഗ് ബൈയിങ്, സെല്ലിംഗ്, കൺസപ്ഷൻ, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ ആൻഡ് സോ ഓൺ. അതായത് എന്താ പറയുന്നത്, എവരി എക്കണോമിക് യൂണിറ്റ് ഈസ് ഗൈഡഡ് ബൈ ദ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു. ഡിമാൻഡിനെയും സപ്ലൈയും ബേസ് ചെയ്താണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രൈസ് മെക്കാനിസം നടക്കുന്നത്. ചിലപ്പോ ആ ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കും ആ മാർക്കറ്റിൽ എന്ത് ഫിക്സ് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, മുതലാളിമാർ. അപ്പൊ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് മുതലാളിമാർക്കാണ്. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ആ ഏൺ ചെയ്ത പ്രോഫിറ്റ് അവർ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. റീഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അവരെന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതാണ് ക്യാപിറ്റലിസ്റ്റിക് എക്കണോമി. അതേപോലെ അതിന്റെ റിസോഴ്സ് അലോക്കേഷൻ. എന്താണ് സോഷ്യലിസ്റ്റിക് ഇക്കണോമി എന്നാണ് പറയുന്നത്. സോഷ്യലിസ്റ്റിക് ഇക്കണോമി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താ സോഷ്യലിസ്റ്റിക് എക്കണോമി എന്ന് പറഞ്ഞാൽ, അതായത് പ്രോപ്പർട്ടിയിൽ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടാവുക. ഏത് പ്രോപ്പർട്ടി ആയാലും അതിൽ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടാക്കുക. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച് ഒക്കെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് അതിന്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. അതേമാതിരി തന്നെ ഗവൺമെന്റിന്റെ കൺട്രോൾ അവിടെ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഒരു സോഷ്യലിസ്റ്റിക് ഇക്കണോമിയില് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടാവും. എന്താ പറയുന്നത്, അതിൽ റിസോഴ്സ് അലോക്കേഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ നോട്ട് പ്രൈവറ്റ്ലി ഓൺഡ്, ഇൻസ്റ്റെഡ് ദേ ആർ ഓൺഡ് കോർപ്പറേറ്റ്സ് ഓർ ബൈ ദ ഗവൺമെന്റ്. അതായത് പ്രൈവറ്റ്ലി ഓൺഡ് ആവില്ല പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അത് ഗവൺമെന്റിന്റെ കൺട്രോൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ സോഷ്യലിസ്റ്റിക് ഇക്കണോമി ട്രൈസ് ടു മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു സോഷ്യലിസ്റ്റിക് ഇക്കണോമി മാക്സിമം ട്രൈ ചെയ്യുന്നത്, അതായത് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ വെൽഫെയർ ആണ്. സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ വെൽഫെയർ അതാണ് Next one, with these objects in view, market mechanism is not allowed to work freely. This means that prices are not allowed to fully reflect the effect of demand and supply forces. അതായത് ഫുള്ളായിട്ടും പ്രൈസ് മെക്കാനിസം ഡിമാൻഡും സപ്ലൈയും എഫക്ട് ചെയ്തിട്ടല്ല ഉണ്ടായിരിക്കുക എന്നാണ്. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന പ്രൈസുകളായിരിക്കും കൂടുതലും സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിൽ ഉണ്ടാവുക. പിന്നെ പറയുന്നത് the producers and sellers are not allowed to act rationally. That means they are not allowed maximize their പ്രോഫിറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് മിക്സഡ് എക്കണോമി. മിക്സഡ് എക്കണോമി എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്കറിയാം കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റിക് ഇക്കണോമി. അതായത് എ മിക്സഡ് എക്കണോമി ഈസ് വൺ and in which some decisions are left to the market resources while others are taken under direct government regulation or even ownership. Some selected areas of economic activities are reserved for the government sector. അതായത് കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റിക് ഇക്കണോമി. അതായത് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയുടെയും സോഷ്യലിസ്റ്റിക് ഇക്കണോമിയുടെയും കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്, മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയുടെയും സോഷ്യലിസ്റ്റിക് ഇക്കണോമിയുടെയും കോമ്പിനേഷനെയാണ് എന്ത് പറയുന്നത്, മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്. ഇവിടെ അതായത് ഇതിലൊരു ഫ്രീ മാർക്കറ്റ് ഇക്കണോമിയും ഉണ്ടാവും, അതേമാതിരി തന്നെ സോഷ്യലിസ്റ്റിക് ഇക്കണോമിയും ഉണ്ടായിരിക്കും. ഇതാണ് മിക്സഡ് ഇക്കണോമി എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് യൂണിറ്റ് 1 ആണ് നമ്മൾ ഇത്രയും പഠിച്ചത്. യൂണിറ്റ് 1 നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, കുറെ നേരമായി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യൂണിറ്റ് 1 ഇക്കണോമിക് സിസ്റ്റം എന്താണ്, അതേമാതിരി തന്നെ യൂണിറ്റ് 1 നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഇക്കണോമിക് സിസ്റ്റം, ഇക്കണോമിക് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു. അതേമാതിരി തന്നെ സ്കേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ സ്കേഴ്സിറ്റി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. അതേമാതിരി തന്നെ ഹ്യൂമൻ നീഡ്സ് ആൻഡ് വാണ്ട്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് റെക്കറൻസും, രണ്ടാമത് എമർജൻസ് ഓഫ് ന്യൂ വാണ്ട്സും. പിന്നെ നമ്മൾ പഠിച്ചത് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് എക്കണോമിക് എൻറ്റിറ്റി, എന്താണ് എക്കണോമിക് എൻറ്റിറ്റി. പിന്നെ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. 4 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിൽ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർഷിപ്പ്. പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, എങ്ങനെയാണ് ആ കർവ് പറയേണ്ടത് എന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഗുഡ്സ് എന്താണ്, അതേപോലെ 2 തരത്തിലുള്ള ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ് ഉണ്ട്, പബ്ലിക് ഗുഡ്സ് ഉണ്ട്, അങ്ങനെ 2 തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമീസ് ആണ് പഠിച്ചത്. അതിൽ എങ്ങനെയാണ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്കണോമീസിൽ ഗുഡ്സ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. അതായത് ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി ഉണ്ട്, സോഷ്യലിസ്റ്റിക് ഇക്കണോമി ഉണ്ട്, മിക്സഡ് ഇക്കണോമി ഉണ്ട്. ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമിയിലും സോഷ്യലിസ്റ്റിക് ഇക്കണോമിയിലും മിക്സഡ് ഇക്കണോമിയിലും ഗുഡ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എക്കണോമിക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ ആൾ.